ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1994 ഡിസംബർ മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ഒരു മൊഴിമാറ്റ ചിത്രം ഉൾപ്പെടെ 94 ഡിസംബറിൽ ആകെ 7 ചിത്രങ്ങളാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. പ്രമേയത്തിലെ പുതുമ കൊണ്ട് ഓരോരോ ചിത്രവും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ദൃശ്യാനുഭൂതി നൽകിയ ഒരു കാലമായിരുന്നു 94 അവസാനത്തെ മാസത്തിൽ കടന്നുപോയത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 94 ഡിസംബറിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു ഡിസംബർ 2-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഗമനം. തിലകൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ശ്രീപ്രകാശ് സംവിധാനം ചെയ്ത ഈ ചിത്രം ചൈത്രം സിനി ക്രിയേഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ബൈജു, വിജയകുമാർ, ഗണേഷ് കുമാർ, ലക്ഷ്മി, മാധു, ശാരദപ്രീത തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതയെ ആസ്പദമാക്കിയെടുത്ത ചിത്രമായിരുന്നു. സിദ്ദിഖ് ഹംസ കഥാതിരകഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം നല്ലൊരു ചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഗമനം സാമ്പത്തികമായി പരാജയപ്പെട്ടൊരു ചിത്രമായിരുന്നു. എന്നിരുന്നാലും ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച അതിമനോഹരമായ ഗാനങ്ങൾ അക്കാലത്ത് ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചവയായിരുന്നു. തിലകന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു ഗമനം. 94 ഡിസംബറിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഡിസംബർ 9 തിയേറ്ററുകളിലെത്തിയ സോം. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു അവാർഡ് കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ഫിലിം ഫോക്സിന്റെ ബാനറിൽ ജയചന്ദ്രൻ നായർ നിർമ്മിച്ച ഈ ചിത്രം ഏറെ നിരൂപക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. കാൻ ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം എന്ന രീതിയിൽ പ്രശസ്തി നേടിയ സോമിൽ ശരത് ദാസ്, ഭരത് ഗോപി, അശ്വനി, പ്രസീത തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. രഘുനാഥ് പലേരിയും ഷാജി എൻ കരുണും ജയചന്ദ്രൻ നായരും കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ എന്നാൽ വേണ്ട രീതിയിൽ ശ്രദ്ധ നേടിയില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു സോം. 94 ഡിസംബറിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ക്രിസ്മസിന് മുന്നോടിയായി ഡിസംബർ 16 തിയേറ്ററുകളിലെത്തിയ കമ്പോളം. ബാബു ആന്റണി നായകനായി എത്തിയ ഈ ചിത്രം ആക്ഷന് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രം കൂടിയായിരുന്നു. ക്രിസ്മസ് സീസണ് ഒരാഴ്ച മുന്നേ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ മികച്ച ഇനീഷ്യൽ നേടിയ ഈ ചിത്രം ബൈജു കൊട്ടാരക്കരയാണ് സംവിധാനം ചെയ്തത്. നടൻ സത്താറിന്റെ ഉണ്ണിയാഷ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ചാർമിളയായിരുന്നു നായിക. വിനു ചക്രവർത്തി, മാള അരവിന്ദൻ, ഷമ്മി തിലകൻ, മഹേഷ്, രാജൻ ബീദേ തുടങ്ങി നിരവധി വില്ലൻ താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. കല്ലൂർ ഡെന്നിസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ആക്ഷനോടൊരുമിച്ച് ഫാമിലി സെന്റിമെന്റ്സിനും പ്രാധാന്യം നൽകിയെടുത്തതാണ് ചിത്രത്തിന് തരക്കേടില്ലാത്ത വിജയം നേടാൻ കഴിഞ്ഞത്. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 ഡിസംബറിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു കുടുംബ ചിത്രങ്ങളുടെ സംവിധായകൻ സത്യനന്ദക്കാട് സംവിധാനം ചെയ്ത സന്താന ഗോപാലം. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 23 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ ബാലചന്ദ്ര മേനോൻ, ജഗദീഷ്, തിലകൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. സത്യനന്ദിക്കാടിൻ്റെ സ്ഥിരം ഫോർമുലയായ കോമഡി ഫാമിലി സെന്റിമെന്റ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഈ ചിത്രം അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. സെൻട്രൽ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയായിരുന്നു. ജഗതി ശ്രീകുമാർ, പ്രേംകുമാർ, ഇന്നസെന്റ്, ശങ്കരാടി, കൃഷ്ണൻകുട്ടി നായർ തുടങ്ങി സത്യനന്ദിക്കാടിൻ്റെ സ്ഥിരം താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രത്തിൽ ചിപ്പിയും ഇളവരശിയുമായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. രഘുനാഥ് പലേരി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ സന്താന ഗോപാലത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചത്. 94 ഡിസംബറിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 23 തന്നെ തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടിയുടെ സുഹൃതം. ഹരികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം MT വാസുദേവൻ നായരായിരുന്നു നിർവഹിച്ചത്. മമ്മൂട്ടി കരിയറിലെ തന്നെ മികച്ചൊരു അഭിനയം കാഴ്ചവെച്ച സുഹൃതം മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് കലാപരമായി ഏറെ മുന്നിൽ നിന്ന ചിത്രമായിരുന്നു. വളരെ സീരിയസ് ആയ ഒരു പ്രമേയം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ഗൗതമിയും ശാന്തികൃഷ്ണയുമായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. മനോജ് കെ ജയനും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ നരേന്ദ്രപ്രസാദ്, ഒടുവിലുണ്ണികൃഷ്ണൻ, കവിയൂർ പൊന്നമ്മ, ശ്രീരാമൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മമ്മൂട്ടി രവിശങ്കറായി തകർപ്പൻ അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം ഏറെ നിരൂപക ശ്രദ്ധയും നേടിയിരുന്നു.
ബോക്സ് ഓഫീസിലും തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രം 94 ക്രിസ്മസിനിറങ്ങിയ ചിത്രങ്ങളിൽ ആവറേജ് വിജയം നേടിയ ചിത്രം കൂടിയായിരുന്നു. മികച്ച ഗാനങ്ങളുള്ള ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച ബോംബെ രവിക്ക് 1994 മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ചിത്രം കൂടിയായിരുന്നു സുഹൃതം. ചന്ദ്രകാന്ത് ഫിലിംസിന്റെ ബാനറിൽ അറ്റ്ലസ് രാമചന്ദ്രനായിരുന്നു സുഹൃതത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത്. 94 ഡിസംബറിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഡിസംബർ 23 തന്നെ തിയേറ്ററുകളിലെത്തിയ മാനത്തെ കൊട്ടാരം. ദിലീപ് തൻ്റെ കരിയറിൽ ആദ്യമായി മുഴുനീള ക്യാരക്ടർ റോളിലെത്തിയ ഈ ചിത്രത്തിൻ്റെ സംവിധാനം സുനിലായിരുന്നു നിർവഹിച്ചത്. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം 4 സുഹൃത്തുക്കളുടെ കഥയായിരുന്നു പറഞ്ഞിരുന്നത്. ദിലീപ്, ഹരിശ്രീ അശോകൻ, നാദിർ ഷാ, ഇന്ദ്രൻസ് എന്നിവരായിരുന്നു ഈ 4 സുഹൃത്തുക്കളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഖുശ്ബു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം മികച്ച പ്രേക്ഷക പിന്തുണയിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് 94 ക്രിസ്മസ് കാലത്ത് നേടിയത്. സുരേഷ് ഗോപി അതിഥി താരമായി എത്തിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയത് റോബിൻ തിരുമലയും അൻസാർ കലാഭവനും ചേർന്നായിരുന്നു. ജെമി മൂവീസിൻ്റെ ബാനറിൽ ഹമീദ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ രാജൻ പി ദേവ്, പറവൂർ ഭരതൻ, ഉഷാറാണി, ജഗതി ശ്രീകുമാർ, മാള അരവിന്ദൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദിലീപ് എന്ന പേരിൽ തന്നെ കഥാപാത്രമായി അഭിനയിച്ച ഈ ചിത്രത്തിൽ ഖുശ്ബുവും അതേ പേരിലാണ് എത്തിയത്. സുരേഷ് ഗോപിയും ഖുശ്ബുവും ഒരുമിച്ച് പാടി അഭിനയിച്ച പൂനിലാമഴ എന്ന ഗാനത്തിൽ അക്കാലത്തെ പ്രമുഖ സംവിധായകരായിരുന്ന സിബി മലയിൽ, ഷാജി കൈലാസ്, സിദ്ദിഖ് ലാൽ, രഞ്ജി പണിക്കർ തുടങ്ങിയവർ മുഖം കാണിച്ചിരുന്നു. ബേണി ഇഗ്നേഷ്യസ് സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായക സംഭാവന വഹിച്ചു. 94 ഡിസംബറിൽ പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു ഡിസംബർ 24 തിയേറ്ററുകളിലെത്തിയ തെലുങ്ക് ഡബ്ബിംഗ് ചിത്രം ചിരഞ്ജീവി. അർജുൻ നായകനായ ഈ ചിത്രം കോടി രാമകൃഷ്ണനായിരുന്നു സംവിധാനം ചെയ്തത്. ഏയ് ഹീറോ എന്ന ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തിന് ശേഷം അതിൻ്റെ ചുവട് വെച്ച് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ യാതൊരുവിധ ശ്രദ്ധയും നേടിയില്ല. പ്രിയാരാമനും സൗന്ദര്യയും നായികമാരായി എത്തിയ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു. ആകെ സമ്മറി നോക്കുമ്പോൾ ആകെയുള്ള 6 മലയാള ചിത്രങ്ങളിൽ മാനത്തെ കൊട്ടാരം സൂപ്പർ സ്റ്റാറ്റസ് നേടിയപ്പോൾ സന്താന ഗോപാലം ഹിറ്റ് സ്റ്റാറ്റസും സുഹൃതം, കമ്പോളം എന്നീ ചിത്രങ്ങൾ ആവറേജ് വിജയവും നേടി. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 50% ആണ്. ഇത്രയുമാണ് 1994 ഡിസംബർ മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.